ഇന്ത്യയും ബംഗ്ലാദേശ് ബോർഡറിനെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയും. എത്ര പേർ പറയുന്നത് എനിക്കറിയത്തില്ല. ഇന്ത്യൻ ബംഗ്ലാദേശ് ബോർഡർ എന്ന് പറയുന്നത് ഇന്ത്യൻ ബോർഡറിലും ഏറ്റവും കൂടുതലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ബംഗ്ലാദേശികളാണ് താമസിക്കുന്നത്. ഡോമിനേറ്റഡ് ആണ്. മുർഷിദാബാദ് എന്താ മോശമാകും. അവിടെ ഇന്ത്യൻ പോലീസിനും കൽക്കട്ട വെസ്റ്റ് ബംഗാൾ പോലീസിന് അതിൻ്റെ കയറാൻ പറ്റൂ. 2 ദിവസം മുമ്പ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച, മുർഷിദാബാദിൽ ബാബറി മസ്ജിദ് അവിടെ ഉണ്ടാക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ പൊളിറ്റിക്കൽ പാർട്ടി അനൗൺസ് ചെയ്യുന്നു. 4 ലക്ഷം പേരാ പങ്കെടുത്തത്. മമതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതേ ബോർഡറാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും. പാകിസ്ഥാൻ ബോർഡർ വ്യത്യാസം. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഈ കാശ്മീരിൻ്റെ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം ഹിന്ദുക്കളാണ്. കാരണം ഇവിടെ അതും നടക്കത്തില്ല. കൂടുതലും മുസ്ലിംസാണ്. കാരണം അധികം ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിംസാണ്. അത് കഴിഞ്ഞ് അടുത്തത് ഇവിടുത്തെ യൂട്യൂബ് ചാനലുകാരും ചില സാറ്റലൈറ്റ് മീഡിയ ഒക്കെ അടിച്ചു വിട്ടു. അജിത് ഡോവല് മ്യാൻമാറിൽ കയറി ഇവരെ മൂന്നാക്കുന്നു. മനസ്സിലാക്കുക, മ്യാൻമാർ എന്ന് പറയുന്നത് ചൈനീസ് ആർമിയുടെ കൺട്രോളിലാണ്. അല്ലാതെ പെട്ടെന്ന് സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. രാവിലെ എണ്ണിച്ച് വൈകുന്നേരം കഴിഞ്ഞു. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒത്തിരി സമയം വേണം. പെട്ടെന്ന് ചാടിക്കേറിയുള്ള സംഭവമൊന്നുമില്ല. ഇന്ത്യയും ബംഗ്ലാദേശും അങ്ങനെയുള്ള ബന്ധമല്ലായിരുന്നു. നല്ല ബന്ധമായിരുന്നു. അതെല്ലാം താറുമാറായി. പിന്നെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം 2026 ഫെബ്രുവരിയിൽ അവിടെ ഇലക്ഷന്. ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവാമി ലീഗ് മത്സരിക്കുന്നില്ല. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. അതിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇന്ത്യയിലോട്ട് കടന്നു. ആ രാഷ്ട്രീയ പാർട്ടി അവിടെ ഇല്ല. പിന്നെ BNP ഖാലിദാസ അവൻ അസുഖമായിട്ട് കിടക്കും. അതിൻ്റെ പോലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് പരസ്യമായിട്ട് എവിടെയും വരുന്നില്ല. അവരെ കണ്ടാൽ പോലും അവിടെയുള്ള സി ജനറേഷൻ അവരെ ഓടിക്കുക. അൺസർട്ടനിറ്റിയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമാണ് അവിടെ അധികാരത്തിൽ വരുന്നത്. വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമായി. ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ പോയി. ഇന്ത്യ ബംഗ്ലാദേശാണ് അടുത്ത ഇഷ്യൂ. മോസ്റ്റ് സെൻസിറ്റീവ് ഇഷ്യൂ. ഇനി ഈ ബോർഡറിൽ SIR നടത്താൻ പറ്റുമോ ആലോചിച്ചിട്ടുണ്ട്? ഇനിയും ഇന്ത്യ ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാളുമായിട്ട് കിടക്കുന്ന ബോർഡറിൽ SIR നടത്താൻ പറ്റുമോ? അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്നതൊക്കെ.